മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാൻ LDF തീരുമാനം. കേന്ദ്ര സഹായം നൽകാത്തതും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന നിലപാടിലും പ്രതിഷേധിച്ചാണ് സമരമെന്ന് LDF കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. ഇതേ വിഷയമുയർത്തി വയനാട്ടിൽ LDF UDF മുന്നണികൾ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ്. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം കേരളത്തെ അറിയിച്ചിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്ത് നൽകി. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് വയനാട്ടിൽ നടന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ പ്രഖ്യാപിച്ച ഹർത്താൽ തുടർ സമരങ്ങളുടെ ഭാഗമാണ്. LDFനൊപ്പം UDFും ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഹർത്താലിൽ പ്രകടമായിരുന്നു. എവിടെയും അനിഷ്ട സംഭവങ്ങളുണ്ടായില്ല. വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടഞ്ഞുകിടന്നു. പ്രശ്നത്തിൽ ദുരന്തബാധിതരെ കൂടി ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് LDF തീരുമാനം. ദുരന്ത ബാധിതരെ അപമാനിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയല്ലാതെ നമ്മുടെ മുമ്പാകെ മറ്റു മാർഗങ്ങളില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. കേന്ദ്രം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണ് കേരളത്തോട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് LDF നേതൃത്വം കൊടുക്കും. അതേസമയം ദുരന്തബാധിതരെ അപമാനിച്ച V മുരളീധരൻ രംഗത്തെത്തി. 3 വാർഡുകൾ മാത്രമാണ് തകർന്നതെന്നും വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്ന കേന്ദ്രത്തിന് ഒന്ന് പറയും. സംസ്ഥാന സർക്കാർ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല. നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. പഞ്ചായത്തിലെ ശരിയാണ്. നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഒരു പഞ്ചായത്ത് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അത് സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ. നിയമം, നാട്ടിലെ നിയമം, അതായത് പണം ചെലവാക്കണമെങ്കിൽ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് വയനാട്ടിലുണ്ടായത്. പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതും ദുരന്തബാധിതരെ അവഹേളിക്കുന്നതുമാണെന്ന് CK ശശീന്ദ്രൻ പറഞ്ഞു. പ്രസ്താവന പിൻവലിച്ച മുരളീധരൻ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങേയറ്റം പ്രതിഷേധാർഹവും ദുരന്തബാധിതരെ പരസ്യമായി കളിയാക്കുന്നതുമാണ്. കേന്ദ്രം ദുരന്തബാധിതരെ സഹായിക്കുന്നില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, സഹായിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട്ടിൽ ഹർത്താൽ നടത്തുകയാണ്. ആ ഹർത്താൽ വലിയ വിജയമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന, രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ന്യായീകരിക്കാനാണ് മുരളീധരൻ ഇതുപോലെയുള്ള ഒരു ജനതയാകെ കളിയാക്കുകയും ദുരന്തത്തിൽ ഏർപ്പെട്ട ജനവിഭാഗങ്ങളെ ആകെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവന ഇറക്കുന്നത്. പ്രസ്താവനയിലൂടെ BJPയുടെ തനിനിറം പുറത്തുവന്നെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞു. ദുരന്തത്തെ നിസാരവൽക്കരിക്കുന്ന നിലപാടിൽ നിന്ന് BJP പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.